ഇത്തവണ ഹെന്ന ഉണ്ടാക്കാൻ നെല്ലിക്ക മേടിച്ചപ്പോൾ ഞാൻ കുറച്ചധികം നെല്ലിക്ക മേടിച്ചിട്ടുണ്ടായിരുന്നു. കാരണം എനിക്ക് നെല്ലിക്ക വെച്ചിട്ട് വേറൊരു സംഭവം കൂടി ഉണ്ടാക്കാൻ ഒരു പ്ലാൻ ഉണ്ടായിരുന്നു. സാധനം ഞാനത് കാണിച്ചു തരാം. ഇതിങ്ങനെ കണ്ടപ്പോൾ അരവണ പായസം ഓർമ്മ വന്ന എത്ര പേരുണ്ടത്. ശരിക്കും ഇതൊന്നുമല്ല, ഇത് ലേഹ്യമാണ്. ഞാൻ നെല്ലിക്കയും ഉലുവയും ചെറുള്ളിയും ചേർത്ത് ഉണ്ടാക്കിയെടുത്ത ലേഹ്യമാണ്. സാധാരണ ഉലുവ ലേഹ്യം വേറെയും നെല്ലിക്ക ലേഹ്യം വേറെയാണ് ഉണ്ടാക്കല്. പക്ഷേ ഞാനിത് മൂന്നും കൂടി ഒറ്റ ലേഹ്യമായിട്ട് ഉണ്ടാക്കിയെടുക്കും, 3 in 1 പോലെ. എനിക്ക് കഴിക്കാനായതുകൊണ്ട് ആരും കുറ്റം പറയില്ലല്ലോ, ഞാൻ എന്നെ തന്നെ എന്തായാലും അടിക്കാൻ പോകുന്നില്ലല്ലോ. അപ്പോൾ ഇത് സംഭവം ഞാൻ എടുത്തു കഴിഞ്ഞതിന് ശേഷമാണ് വീഡിയോ എടുത്തില്ല എന്ന് ഞാൻ മറന്നുപോയത്. സത്യം പറഞ്ഞാൽ അത് എൻ്റെ മിസ്റ്റേക്ക്, ഞാൻ മറന്നുപോയി. ഫുൾ പ്രൊസീജിയർ കാണിച്ചു തരാമായിരുന്നു. ഞാനിത് എൻ്റെ ഹെയർ ഗ്രോത്തിനും എൻ്റെ അല്ലാതെയുള്ള പ്രോബ്ലംസും, നമുക്ക് ഇതൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ പീരീഡ്സ് ടൈമിൽ ഒരുപാട് വയറുവേദനയൊന്നും വരില്ല. ശരിക്കും നല്ലൊരു മെഡിസിനാണിത്. പക്ഷേ ഇത് വീഡിയോ എടുക്കാൻ സത്യത്തിൽ ഞാൻ മറന്നുപോയി. ഞാനിതിനി എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞുതരാം. തലേ ദിവസം 1 കപ്പ് ഉലുവ ഞാൻ കോത്തി വെച്ചിട്ട് പിറ്റേന്ന് 1 കിലോ ഉള്ളിക്ക് ഞാൻ 1.5 കിലോ നെല്ലിക്ക എടുക്കും. സാധാരണ നെല്ലിക്ക അത്രയും എടുക്കണമെന്നില്ല, പക്ഷേ എനിക്ക് നെല്ലിക്കയുടെ നമ്മുടെ നെല്ലിക്കയുടെ കയ്പ്പ് ഇതെല്ലാം ചെയ്തെടുക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു ഇനിപ്പ് ടേസ്റ്റ് എന്ന് ഞങ്ങൾ പറയുന്നു. എന്താ പ്രോപ്പർ അതിന് പറയേണ്ടതെന്ന് എനിക്കറിയില്ല. ആ നെല്ലിക്കയുടെ ആ ഒരു ഇനിപ്പ് ടേസ്റ്റ് മുന്തി നിൽക്കും. എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ 1.5 കിലോ നെല്ലിക്ക എടുക്കും. എന്നിട്ട് ഈ നെല്ലിക്കയും ചെറുള്ളിയും കൂടി തേങ്ങാപ്പാൽ, ഒരു തേങ്ങയുടെ പാൽ, ഉള്ളി നിങ്ങൾ കൂടുതൽ എടുക്കുന്നുണ്ടെങ്കിൽ 1 തേങ്ങ എടുക്കുക. ഒരു തേങ്ങയുടെ പാലെടുത്തിട്ട് 1-ാം പാൽ മാറ്റി വെച്ചിട്ട് 2-ാം പാലിൽ ഈ തേങ്ങയും നെല്ലിക്കയും ചെറുള്ളിയും കൂടി ഞാനത് വേവിച്ചെടുക്കുന്ന കൂട്ടത്തിൽ വെളുത്തുള്ളി ഇതിൽ കടിക്കാൻ കിട്ടണ്ട എന്നുള്ളവരാണെന്നുണ്ടെങ്കിൽ വെളുത്തുള്ളി ആ കൂട്ടത്തിൽ തന്നെ ഇട്ട് വേവിച്ചെടുക്കുക. ഒരു തുടം അല്ലെങ്കിൽ 2 തുടം വെളുത്തുള്ളി, എത്ര വെളുത്തുള്ളി ഇടുന്നോ അത്രയും നല്ലതാണ്. 1-2 തുടം ഫുൾ വെളുത്തുള്ളി ഇട്ടിട്ട് അതിൻ്റെ കൂടെ വേവിച്ചെടുക്കാം. അങ്ങനെ ആകുമ്പോൾ വെളുത്തുള്ളി നമ്മൾ കടിക്കാനൊന്നും കിട്ടാതെ മിക്സായിട്ട് നന്നായിട്ട് അതിൽ അലിഞ്ഞ് ചേരുന്ന പോലെ ആവും. അപ്പോൾ പിന്നെ അതൊരു പ്രശ്നമായിട്ടില്ല. പക്ഷേ എനിക്ക് അത് കടിച്ച് തിന്നാൻ ഇഷ്ടമുള്ളതുകൊണ്ട് ഞാനത് ലാസ്റ്റാണ് ഇടുന്നത്. നെല്ലിക്കയും ഉള്ളിയും 2-ാം പാലിൽ വേവിച്ച് മാറ്റി വെച്ചതിന് ശേഷം കോത്തി വെച്ച ഉലുവ, കരിപ്പട്ടി, നിങ്ങൾക്ക് ആവശ്യത്തിന് മധുരത്തിന് കരിപ്പട്ടി ഉരുക്കി അരിച്ചെടുത്തതിന് ശേഷം അതിലിട്ട് 1/2 മണിക്കൂറോളം വേവിച്ചെടുക്കണം. അങ്ങനെ ആകുമ്പോൾ കുതിർന്ന് വന്ന ഉലുവ തിരിച്ച് ചുരുങ്ങി വരും. അങ്ങനെ അതാവുമ്പോൾ കഴിക്കാൻ ഒട്ടും കയ്പൊന്നും ഉണ്ടാവില്ല, നല്ല ടേസ്റ്റ് ആയിരിക്കും. അതിലേക്ക് തന്നെ ഈ വേവിച്ച് വെച്ചിരിക്കുന്ന നെല്ലിക്കയും ഉള്ളിയും ചേർത്തിട്ട് 1-ാം പാൽ ചേർത്ത് നന്നായിട്ട് ഇളക്കിയിട്ട് ചുക്കും മഞ്ഞൾപ്പൊടിയും നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇടാം. അതല്ലെങ്കിൽ ഒരു പച്ച മഞ്ഞളായാലും മതി. ഇട്ടിട്ട് ഒരു തുള്ളി ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കുറുകി വരുമ്പോൾ നെയ്യ് ചേർത്തിട്ട് 2-3 കൈ തവണ നെയ്യ് ചേർത്ത് നല്ലതായിട്ട് കുറുക്കി ഇതേപോലെ ഈ ലേഹ്യത്തിൻ്റെ ഈ പരുവത്തിലാക്കി എടുത്തു കഴിഞ്ഞാണ്ടല്ലോ ടേസ്റ്റ് ഭയങ്കര രസമാണ്. എനിക്ക് വെളുത്തുള്ളി ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ളതുകൊണ്ട് ഞാൻ ഇത് കുറുകി വരുന്ന സമയത്ത് മാത്രമാണ് വെളുത്തുള്ളി ഇടുന്നത്. അതാകുമ്പോഴത്തേക്കും ഇതുപോലെ ലാസ്റ്റ് കടിക്കാൻ കിട്ടും. അങ്ങനെ ഞാനിത് കുപ്പിയിലേക്ക് മാറ്റിയതിന് ശേഷമുള്ള ലാസ്റ്റ് വഴിച്ചു നക്കൽ പരിപാടിയാണ്. അന്നത്തെ ദിവസം ഞാൻ കഴിക്കുന്നത് ഈ ചട്ടിയിൽ നിന്ന് ഈ